അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് ആവിയിൽ പൊയിങ്ങെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ പച്ചരിയില്ലേ, പച്ചരി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നെ ഒരു പിടി തേങ്ങ, പിന്നെ പാകത്തിന് ഉപ്പ്, ഇത് മാത്രം. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പൊങ്ങി വരണമല്ലോ. അപ്പോൾ നമ്മൾ കപ്പി കാച്ചോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഈസ്റ്റ് ഇട്ടെല്ലാം പുളിപ്പിക്കുന്ന നേരം അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഞാൻ വെള്ളാപ്പത്തിനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊങ്ങി വരുന്ന ദോശ, ഇഡ്ഡലി അതിനെല്ലാം തേങ്ങ വെള്ളവും സൂക്ഷിച്ച് വെക്കും ഫ്രിഡ്ജിൽ. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. അത് ഒഴിക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് പോണേ, അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച പോലെ പുളിച്ച് വരില്ല. അധികം പുളി ഉണ്ടാവില്ല, പക്ഷെങ്കിൽ നല്ലോണം പതഞ്ഞ് വരും. ഇത് സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സി ഓഫാക്കി അരച്ചെടുക്കുക. ഒരേ ഇതിൽ അരക്കറ. അപ്പോൾ ഇത് ചൂടായിപ്പോവും, മാവ് ചൂടായിപ്പോവും. പിന്നെ നമ്മൾ ഇത് അടച്ച് വെക്കുന്ന സമയത്ത് ഒരു കുക്കറിൽ ഒഴിച്ച് വെച്ചാൽ നമുക്ക് വിചാരിച്ചാൽ നേരത്തെ തന്നെ ഇത് മാവ് നല്ലോണം പൊങ്ങി വരും. ഞാനൊരു കുക്കറിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വെള്ളാപ്പവും ഇഡലിയും എല്ലാം ഇതേപോലെ കുക്കറിൽ ഒഴിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പിന്നെ ഒരു 4 മണിക്കൂർ ഇത് മാവ് പൊങ്ങി വരുന്നു. പുളിച്ച് ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല, പക്ഷെങ്കിൽ മാവ് നല്ലോണം പൊങ്ങി വരും. പിന്നെ എത്ര ടൈമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ പൊങ്ങി വരുന്ന സമയം 4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ എടുക്കുമായിരിക്കും. ഇത് കുക്കറിലായതുകൊണ്ട് എനിക്കൊരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അധികം വെക്കണം. അധികം വെക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുളിപ്പ് വരും. ഞാൻ ശരിക്കും ഇത് നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിൽ അല്ലെങ്കിൽ അപ്പച്ചെമ്പിലോ അങ്ങനെ വെക്കുക. പക്ഷേ ഞാനിത് ഒറ്റ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചും കൂടി വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ പ്ലേറ്റ്. അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് കൂടെ നമ്മൾ ആവി കയറ്റാൻ വെക്കേണ്ടിയില്ല. ഒറ്റൊരു പിന്നെ ആവി കൊള്ളിക്കൽ തന്നെ നമുക്ക് നമ്മളാ ഉദ്ദേശിച്ച കാര്യം നടക്കും. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മധുരത്തിൽ ഉണ്ടാക്കലുണ്ട്. ഇതുപോലെ ഇത് ഞാൻ എരിവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ പൊടി. ക്യാരറ്റൊന്നും ഇട്ടില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലക്സില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനൊരു പിന്നെ കുറച്ച് വലുപ്പമുള്ള ഉരുളിയുണ്ട്, ആ ഉരുളിയിൽ ഇത് കൊള്ളുള്ളൂ. ഉരുളിയിൽ ഇറക്കി വെച്ചെടുത്താണ് ഒരു റിങ് ഇട്ടിട്ട് അതിന് ശേഷം ഉരുളി ഇത് ഇറക്കി വെച്ച് കൊടുക്കുക റിങ്ങിൻ്റെ മേലെയായിട്ട്. പിന്നെ വെള്ളം പറ്റിപ്പോറ് ഇടയ്ക്ക് സൈഡിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേഗമാവും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്. നല്ല പോലെ പൊങ്ങി വരും, നല്ല വെന്ത് വരും. അത് പിന്നെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ടിട്ട് കുത്തി നോക്കി കൊടുത്താൽ മതി. നമ്മളപ്പം ഏകദേശമായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പൂണൊന്ന് ചൂടാക്കിയിട്ട് നല്ല നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു ടേസ്റ്റിനാണ്. ഇനി നമുക്കിത് തണിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. നമ്മൾ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.